ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ശനിയാഴ്ച രാത്രി സ്ഥലം വരെ പോവുകയാണെന്ന്. അപ്പോൾ എന്താ സ്ഥലം, എവിടെ സ്ഥലം എന്നൊക്കെ എല്ലാവർക്കും കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അമ്പാടിയുടെ പിറന്നാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, പഴനിയിൽ വെച്ചിട്ട്. ഞാൻ ഡെലിവറി ചെയ്ത് കിടക്കുന്ന ഡെലിവറിക്ക് കയറുന്ന ടൈമിൽ അമ്മമ്മ പറഞ്ഞു വെച്ചിട്ട് നേർച്ച ചെയ്യുന്ന സംഭവം. കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. സോറി കേട്ടോ, പിറന്നാളെല്ലാം പറഞ്ഞു വന്നതിൽ ആ പിറന്നാളെന്ന് എന്നോട് പറഞ്ഞു പോയതാണ്. പിറന്നാളിൽ വന്നിട്ട് ചോറൂണാണ്. അങ്ങനെ അതിന് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ വീട്ടിൽ നിന്നാണ് കേട്ടോ പോണത്. തൂതേന്ന് പോണത് എല്ലാവരും ഉണ്ട് കേട്ടോ. തൂതേന്ന് എല്ലാവരും ഉണ്ട്. പിന്നെ ഞാനും എണ്ണ കുട്ടി അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പോണത് ട്രാവലറിലാണ് പോണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് അതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രാത്രി ഒരു 11:45, 11:30, 12 മണിയുടെ ഉള്ളിൽ ആ ഒരു ടൈമിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വണ്ടി വരും നമുക്ക്. അപ്പോൾ പറഞ്ഞു വന്നത് പോവുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇങ്ങനെ വോയിസ് കൊടുക്കേണ്ട, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്തൊരു മരിപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ വണ്ടർ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പോണ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ രാത്രി പോണതെന്നുള്ളത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കുളിച്ച് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഈ ഒരു പട്ടുപാവാടയും കുപ്പായാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മിഡി ഇടും, ധാവണി എടുക്കും. പക്ഷേ ഈ പട്ടുപാവാട ഞാൻ അധികം ഇട്ടിട്ടില്ല. എനിക്ക് പിന്നെ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ അടിച്ചതാണ് കേട്ടോ. പട്ടുപാവാട എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ പട്ടുപാവാട ഒക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനും മാറ്റുകയാണ്. അപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12:30 ആ ടൈമിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഹരി കറക്റ്റ് 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ച് വണ്ടിയിൽ കയറിയിട്ട് വണ്ടി വരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേറ്റാണ് അമ്പാടി നീച്ചിട്ടുണ്ടായിരുന്നത് തുറക്കത്തുനിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പാടി നീച്ച് അങ്ങനെ ഞങ്ങൾ പോയിട്ടോ. പിന്നെ വണ്ടിയിൽ കയറി, നമ്മൾ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വണ്ടിയിൽ കയറി ഡാൻസ് പാട്ട് തുടങ്ങി വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്പാടി നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. ഓന് സമയം 2 മണി 1 മണി ആ നേരത്തൊക്കെ കുട്ടി നല്ല കളിയാണ്. ഉറക്കമല്ല, കുട്ടിക്ക് ഉറങ്ങി. അതുവരെ ഉറങ്ങായിരുന്നു. വണ്ടി വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നെയാണോ നീച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ഉറക്കം തന്നെയായിരുന്നു. പക്ഷെ വണ്ടിയിൽ കയറിയപ്പോൾ മൂപ്പരാൾക്ക് ഉറക്കമല്ല, എന്താണാവോ. ഞാൻ കുറേ പിടിച്ച് ഉറക്കാനൊക്കെ നോക്കി, എവിടെ ഉറങ്ങണത്. അപ്പോൾ അങ്ങനെ ഉറങ്ങേണ്ട ഒരു കൂട്ടമല്ലേ കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു 5:30 കറക്റ്റ് 5:36 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പഴനിയിൽ നിന്നാണ് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ പഴനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഫോൺ അലൗഡല്ല, ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിയിൽ ഫോൺ വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അങ്ങനെ നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ചെരുപ്പും ഫോണൊക്കെ വണ്ടിയിൽ പാർക്കിങ്ങിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് അങ്ങനെ പഴനിക്ക് നടന്നിട്ട് അവിടെ പോയി കൂട്ടർ മൂടി മുട്ട അടിച്ചിട്ട് നേരെ ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ തൊഴുത് വരിയിലൊക്കെ നിൽക്കണം തൊഴാൻ. അപ്പോൾ തൊഴുത് ഇറങ്ങിയിട്ടോ. എന്നിട്ട് വണ്ടിയിലേക്ക് വന്ന് അവിടുന്ന് അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പഞ്ചാമൃതം വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മാമനൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ചോറും കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മുടെ മലമ്പുഴ ഡാമില്ലേ, മലമ്പുഴ ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനൊരു തവണ പോയിട്ടുണ്ടായിരുന്നു മലമ്പുഴയ്ക്ക്. അത് കുട്ടിയാവുന്നതിൻ്റെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അമ്മമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മമ്മയ്ക്ക് കാട്ടിക്കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് പോയിട്ടുണ്ടായിരുന്നത് മലമ്പുഴ ഡാമിലേക്ക്. അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം പാർക്കിങ്ങിലെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ഈ ഒരു മിഖായി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രാവലറിലാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആദ്യം പോയത് അവിടെ ഒരു ഫിഷിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരാൾക്ക് 30, വലിയവർക്ക് 30, കുട്ടികൾക്ക് 20 ടിക്കറ്റ് ഉണ്ടായിരുന്നത്. കാണാൻ വലിയ തിരക്കാടൊന്നുമില്ല. കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. മീനുകൾ ഞാൻ കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരുപാട് മീനുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ആമ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലല്ലേ ഓരോ മീനുകളും അതേപോലെ തന്നെ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടുള്ളതായി
ഷാർക്ക് അങ്ങനെ അതും ഇതൊക്കെ സ്രാവുകളാണ്. പേരറിയണതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് മീനുകളും അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഇതിനെന്താ ഈലെന്നോ അങ്ങനെ എന്ത് സംഭവം എനിക്കറിയില്ല കറക്റ്റായിട്ട് പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ പിന്നെ നമ്മളെ ഈ മീനിൻ്റെ വലിയൊരു പ്രതിമയില്ലേ, അതിൻ്റെ ഉള്ളിൽ കുളത്തിൻ്റെ ഉള്ളിൽ, കുളം തന്നെയാണ് പറയുക, ഈ സ്വിമ്മിങ് പൂളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആമ ഉണ്ടായിരുന്നു കേട്ടോ. ആമയുണ്ട്, അതേപോലെ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. സിലോപ്പി ഉണ്ട്, പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയോ കുറേ മീനുകൾ, അതേപോലെ തന്നെ കുറേ ആമകളും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഒക്കെ ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ആൾ. പിന്നെ ആ വലിയ മീനിൻ്റെ ആ ശില്പല്ലേ, അതിൻ്റെ ഉള്ളിലും ആ മീനിൻ്റെ ഉള്ളിലും കുറേ അക്വേറിയം കാര്യങ്ങളും അതിൽ മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിലും കുറേ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മീനുകളെ. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ഡാം കാണാനാണ് കേട്ടോ. ഡാമിൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ 30 രൂപയും 20 രൂപേൻ്റെ ടിക്കറ്റ് വില എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ നമ്മൾ പോയ ടൈമിൽ ഫിഷിൻ്റെ ഇതും അതേപോലെ തന്നെ ഈ ഡാമും മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഗാർഡനിലൊക്കെ പണി നടക്കുക കാരണം അതൊക്കെ ഫുള്ള് ക്ലോസിങ് ആണ്. അതേപോലെ യക്ഷിയുടെ അവിടെയും കാര്യങ്ങളൊക്കെ ക്ലോസിങ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡാമും ആ ഒരു ഫിഷിൻ്റെ ഇത് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡാമിൽ പറയുമ്പോൾ ആ അറ്റത്തുള്ള മലകളൊക്കെ ഇല്ലേ, അതും ആകാശവും കൂടെ കൂട്ടിമുട്ടിയ പോലെയാണ്. കാരണം കോട നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാമിൻ്റെ മുകളിൽ കയറിയ ടൈമിൽ ഇത്ര തോനെ കോട അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇറങ്ങാൻ നേരത്താണ് കോട പതുക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മലയും അതേപോലെ ആകാശവും കൂടെ ഒന്നിച്ച് നിൽക്കണ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് എന്താ പറയുക, സ്വീറ്റ് കോണോ അങ്ങനെ എന്താ പറയില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഈ ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയതല്ലേ വെച്ചിട്ട് കഴിക്കണം, വലിയ രസമൊന്നുമില്ല, എനിക്ക് അധികം ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പിന്നെ വാങ്ങിപ്പോയില്ലേ, അപ്പോൾ അതങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇത് നമ്മൾ പഴനിയിലേക്ക് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കാരണം പുറത്തുനിന്ന് നീച്ചിങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ പോയി വന്ന് നമ്മളെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു. മലമ്പുഴ പോയി നല്ല രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ. പക്ഷേ അവിടെ ഗാർഡൻ മാത്രം തുറന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മുന്നേ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാലും വെറുതെ ഇങ്ങനെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞങ്ങൾ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.